ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം വലിയവനായ ദൈവം നമ്മെ പരിപാലിച്ചതിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ വീണ്ടും റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ വായിക്കാനായി ആഗ്രഹിക്കുന്നു. 31-ാം വാക്യം: ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. 32-ാം വാക്യം: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 8-ാം അധ്യായം ആത്മാവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ജഡത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളുണ്ട്. ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയുടെ സവിശേഷതകളാണ് ഈ ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 31-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസഗോളത്തിൽ ധാരാളം ദൈവദാസന്മാർ പല തീരുമാനങ്ങളെടുത്ത് പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവരെ ശക്തിപ്പെടുത്തിയ ഒരു വചനമാണിത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എവിടെയോ ജീവിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ദൈവമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. വളരെ പേഴ്സണലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന, പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ വളരെ ദൂരദേശത്താണെന്ന് വിചാരിക്കുക, നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭാഗത്തായിരിക്കാം. എന്നാലും എല്ലാ ദിവസവും മക്കളുമായിട്ടൊരു ബന്ധമുണ്ട്. ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഒക്കെ നാം സംസാരിച്ച് അവരുമായിട്ടുള്ള ആ ബന്ധം ഓരോ ദിവസവും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചു തരുന്ന ഒരു ദൈവമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്രാവശ്യം പാറ്റ്നയിലേക്ക് പോരുവാൻ തീരുമാനിച്ചപ്പോൾ ധാരാളം തടസ്സങ്ങൾ എൻ്റെ മുമ്പിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വ്യക്തമായ ദൈവം എനിക്കൊരു ഗൈഡൻസ് നൽകി. അതോടൊപ്പം തന്നെ എൻ്റെ മോനും എൻ്റെ ഭാര്യയ്ക്കുമൊക്കെ ആ വ്യക്തമായ ബോധ്യത വന്നു, നമുക്ക് പാറ്റ്നയിലേക്ക് പോകണം. പ്രതികൂലമായിരുന്ന കാര്യം, ഞാൻ ക്ഷീണിതനായ ഒരു വ്യക്തിയാണ്, ഹൈ ഷുഗർ ഉള്ള വ്യക്തിയാണ്. ബാംഗ്ലൂർ വന്നിട്ട് അല്പമായ ശരീരത്തിന് സുഖമുണ്ടായിരുന്നു. വീണ്ടും തിരിച്ചു പോകുമ്പോൾ ആ പ്രതിസന്ധി ഉണ്ടാകുമല്ലോ. ഈ നാളുകളിൽ പാറ്റ്നയിൽ കഠിനമായ ചൂടാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്, നേരത്തെയും ചൂടുണ്ടെന്നാൽ ചൂട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ചൂട് കൂടി. സ്കൂളിന്റെ ടൈം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചിരി വരും. 6:50 രാവിലെ സ്കൂൾ ആരംഭിക്കുന്നു, 1 മണിക്കുള്ളിൽ സ്കൂൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഈ വിധ പ്രതികൂലങ്ങളുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് തടസ്സങ്ങളുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 60 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ പലവിധമായ പ്രതികൂലങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഈ വചനം എന്നെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ദൈവം നമുക്കനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അതെന്നെ വളരെ ശക്തിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ട് ആരുമില്ല. കഴിഞ്ഞ 5-8 മാസങ്ങളായി വളരെ സന്തോഷത്തോടുകൂടി പാറ്റ്നയിൽ ഞങ്ങളായിരിക്കുന്നു. പ്രതികൂലങ്ങളുടെ നടുവിലും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല.
എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ പറയട്ടെ, നമ്മുടെ ബന്ധം വ്യക്തിപരമായ ബന്ധമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് നാം വിശ്വസിക്കണം. ധാരാളം ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ അതിന് നിങ്ങൾക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള സാക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എന്നെയും ദൈവം സംരക്ഷിച്ചു. ധാരാളം ദൈവദാസന്മാരെ പ്രതികൂലങ്ങളുടെ നടുവിൽ വഴി നടത്തിയ ദൈവം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പ്രതികൂലങ്ങളാണ് 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ സഭ അനുഭവിച്ചിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടില് എത്രയോ പേർ രക്തസാക്ഷികളായിട്ട് മാറി. ഭാരതത്തിൽ എത്രയോ പേർ രക്തസാക്ഷികളായിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കുന്നതായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ വലിയൊരു പ്രത്യാശയുണ്ട്. അവരൊക്കെയും നിത്യതയുടെ ഓർമ്മകത്ത് കർത്താവിന്റെ അടുത്തെത്തി വലിയ പ്രതിഫലങ്ങളെ മേടിക്കുന്നത് നാം കാണും. കർത്താവിന്റെ മുമ്പില് അവർ നിൽക്കുമ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീരോടുകൂടിയാണ് അവർ നിൽക്കുവാനായിട്ട് പോകുന്നത്. എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും നിരാശയിലും ദുഃഖത്തിലും ജീവിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ആരെങ്കിലും ഈ യേശു കർത്താവിനെ ഇതുവരെയും രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ജീവിതം ധന്യമായി തീരും. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഇന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടി ആയിരിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതം കാണുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികൂലമില്ല. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. കർത്താവെ, നിനക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിച്ച് കർത്താവെ, നീ തരുന്ന വേല തികച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേൾവിക്കാരായ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാവരെയും പരിപാലിക്കണമേ. പ്രയാസങ്ങളിൽ പ്രതികൂലങ്ങളിൽ പോകുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.